എല്ലാവർക്കും പെർഫെക്റ്റ് ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ന് SSLC ഇംഗ്ലീഷിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. പാഠഭാഗം തുറന്നാൽ തന്നെ ഒരാൽമരത്തിൻ്റെ ചിത്രം കാണാം. അതേപോലെ ഹെഡിങ്ങിൽ തന്നെ ബനിയൻ ട്രീ എന്ന് കാണാം. അപ്പോൾ എന്തായാലും ഇത് ആൽമരവുമായി റിലേറ്റ് ചെയ്ത എന്തോ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നോക്കാം എന്താണെന്ന്. നേച്ചർ ഈസ് ഫോർ ആൾ ലിവിങ് ബീയിങ്സ്. നേച്ചർ, പ്രകൃതി എന്നുള്ളത് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ലിവിങ് ബീയിങ്സ് എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ എന്നാണ് അർത്ഥം. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. മാൻ ഷുഡ് ലിവ്, മനുഷ്യൻ ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? ലിവ് ഇൻ ഹാർമണി. ഹാർമണി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ, ഐക്യം എന്നൊക്കെയാണ് അർത്ഥം. വിത്ത് നേച്ചർ, പ്രകൃതിയോട് കൂടി. അപ്പോൾ പ്രകൃതിയോട് കൂടി ഒത്തൊരുമയിലും ഐക്യത്തിലുമൊക്കെ വേണം മനുഷ്യൻ ജീവിക്കാൻ. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ആൾവേസ് മെസ്മറൈസിങ്. ബീയിങ് വൺ വിത്ത് നേച്ചർ, പ്രകൃതിയിൽ ഒരാളായി ജീവിക്കുക എന്നുള്ളത് ആൾവേസ്, എല്ലായ്പ്പോഴും, മെസ്മറൈസിങ്, അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ? എന്തിന്? ടു സ്പെൻഡ്, ചിലവഴിക്കാൻ. യുവർ ലൈഷർ ടൈം. ലൈഷർ ടൈം എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയങ്ങൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയിട്ടുണ്ടോ? എന്തിന്? ടു സ്പെൻഡ് യുവർ ലൈഷർ ടൈം വിത്ത് നേച്ചർ. പ്രകൃതിയുമായി നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. ഹൗ, എങ്ങനെയാണ് എ ബോയ്, ഒരു കുട്ടി, എക്സ്പീരിയൻസ്ഡ്, അനുഭവിച്ചറിഞ്ഞത്, ആൻഡ് ബ്ലെൻഡഡ്, എങ്ങനെയാണ് അവൻ ഇഴുകിച്ചേർന്നത്, വിത്ത് ദ എസെൻസ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ എസെൻസിൽ, പ്രകൃതിയുടെ സത്തിൽ എങ്ങനെയാണ് ആ കുട്ടി ഇഴുകിച്ചേർന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ പ്രകൃതിയിൽ അനുഭവിച്ചറിഞ്ഞത് എന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇൻട്രഡക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കുട്ടിയുടെ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ടിനെ ഇവിടുത്തെ നരേറ്ററായി നമുക്ക് കാണാം. റസ്കിൻ ബോണ്ട് ഒരു ഇന്ത്യൻ ഓഥർ തന്നെയാണ്. നരേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കഥ പറയുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് പറഞ്ഞു തരുന്ന ആളെയാണ് നമ്മൾ നരേറ്റർ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൽ നരേറ്റർ റസ്കിൻ ബോണ്ടായിട്ട് തന്നെ നമുക്ക് കരുതാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സാഹസികത എന്നാണ് അർത്ഥം. ഇൻ എ ബനിയൻ ട്രീ, ആൽമരത്തിലെ സാഹസികത. എന്താവും ആൽമരത്തിലെ സാഹസികത? നമുക്ക് നോക്കാം അല്ലേ. Though the house and grounds of our home in India were grandfather's domain. Though the house and grounds of our home in India were grandfather's domain. Though എന്ന് പറഞ്ഞാൽ എങ്കിലും, ആയാലും, എന്നാലും എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥമാണ്. Though the house and grounds of our home in India, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും പറമ്പും എല്ലാതും ആണെങ്കിലും, എന്താണെങ്കിലും, were grandfather's domain. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അധികാരം, അല്ലെങ്കിൽ മേൽനോട്ടം, അധീനത എന്നൊക്കെയാണ് അർത്ഥം. എല്ലാം മുത്തച്ഛൻ്റെ, ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, മുത്തച്ഛൻ്റെ അധീനതയിലാണെങ്കിലും, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും പറമ്പും എല്ലാതും മുത്തച്ഛൻ്റെ അധീനതയിലാണെങ്കിലും, ദ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. ആ അതിഗംഭീരമായിട്ടുള്ള ഓൾഡ് ബനിയൻ ട്രീ, പ്രായമേറിയ ബനിയൻ ട്രീ, ആൽമരം, വാസ് മൈൻ, എൻ്റേതായിരുന്നു. ഇന്ത്യയിലുള്ള വീടും പറമ്പും എല്ലാതും മുത്തച്ഛൻ്റെ അധീനതയിലാണെങ്കിലും ആ അതിഗംഭീരമായ ആ പ്രായമേറിയിട്ടുള്ള ആൽമരം എൻ്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ്, അതിന് മുഖ്യമായിട്ടുള്ള കാരണം, ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛന്, അറ്റ് ദ ഏജ് ഓഫ് 65, ഈ 65-ാമത്തെ വയസ്സിൽ, കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. മുത്തച്ഛന് ഈ 65-ാമത്തെ വയസ്സിൽ ഇനി അതിൽ കയറാൻ കഴിയില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ ആൽമരം എൻ്റേതായത്, അതായത് നരേറ്ററിൻ്റെ ആയത്. ബാക്കി എല്ലാതും മുത്തച്ഛൻ്റെ അധീനതയിലാണ്. പക്ഷെ മുത്തച്ഛന് ഈ ആൽമരത്തിൽ കയറാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ ആൽമരം നമ്മുടെ നരേറ്ററിൻ്റേതായി മാറി. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം എബൌട്ട് ദിസ്. യൂസ്ഡ് ടു എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പറയുമ്പോഴാണ്.
ഗ്രാൻഡ് മദർ മുത്തശ്ശി യൂസ്ഡ് ടു ടീസ് ഹിം എന്ന് പറഞ്ഞാൽ കളിയാക്കുക, പരിഹസിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഗ്രാൻഡ് മദർ മുത്തശ്ശി എപ്പോഴും മുത്തച്ഛനെ കളിയാക്കാറുണ്ടായിരുന്നു എബൌട്ട് ദീസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട്. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ടെസ്മെൻ എന്നിട്ട് മുത്തശ്ശി കളിയാക്കുന്നതിന് ഒന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടിയും പറയും. കൗണ്ടസ് ഓഫ് ടെസ്മെൻഡ്. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ ഭാര്യ എന്നൊക്കെയാണ് അർത്ഥം. ഡെസ്മണ്ടിലെ കൗണ്ടസിൻ്റെ കാര്യം പറയും. ഇനി കൗണ്ടസ് ഓഫ് ടെസ്മണ്ട് ആരാന്നാണ് അടുത്ത ലൈനിൽ പറയുന്നത്. ആൻ ഇംഗ്ലീഷ് വുമൺ, അവരൊരു ഇംഗ്ലീഷ് വുമൺ ആണ്. ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117. അവർ 117 വയസ്സ് വരെ ജീവിച്ചു. 117 വയസ്സ് വരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് വുമൺ ആയിരുന്നു കൗണ്ടസ് ഓഫ് ടെസ്മണ്ട്. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇഫ് ഷീ ഹാഡിൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. ഇഫ് ഷീ ഹാഡിൻറ്റ് ഫാളൻ, അവർ വീണില്ലായിരുന്നു എങ്കിൽ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ, ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ വീണില്ലായിരുന്നുവെങ്കിൽ അവർ ഇനിയും ഒരുപാട് കാലം ജീവിക്കുമായിരുന്നു. അപ്പോൾ അവർ മരിച്ചത് ഒരു ആപ്പിൾ മരത്തിൽ നിന്നും വീണിട്ടാണ്. അപ്പോൾ മുത്തച്ഛന് മരത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഈ 117 വയസ്സ് വരെ ജീവിച്ച കൗണ്ടസ് ഓഫ് ടെസ്മണ്ടിൻ്റെ കാര്യം മുത്തശ്ശി അവിടെ എടുത്തിടും. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ. സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ പരന്ന് കിടക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ബനിയൻ ട്രീ. ബനിയൻ ട്രീയിലെ ആൽമരത്തിലെ പരന്ന് കിടക്കുന്ന വ്യാപിച്ച് കിടക്കുന്ന കൊമ്പുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന വള്ളികൾ വിച്ച് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട്. അത് നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിങ്ങനെ താഴോട്ട് വന്ന് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ കേർവ് ചെയ്ത് ഇങ്ങനെ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കേർവ് ചെയ്തിട്ട് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് എഗെയിൻ. അത് പിന്നെയും റൂട്ടുകളായിട്ട് വേരുകളായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. ഫോമിങ്, അപ്പോൾ അവിടെ ഫോം ചെയ്യും. മെയ്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ എന്നാണ് അർത്ഥം. ആർച്ചസ് എന്ന് പറഞ്ഞാൽ കമാനങ്ങൾ എന്നാണ് അർത്ഥം. ഇപ്പോൾ ആ ഷേപ്പിലുള്ള കമാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. മെയ്സ് ഓഫ് ആർച്ചസ്, അങ്ങനെ സങ്കീർണമായ ആർച്ചസ് ഫോം ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്താണ് മെയ്സ് ഓഫ് ആർച്ചസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ നമ്മൾ കുറേ വട്ടം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെയൊക്കെ ആൽമരം കാണുമ്പോൾ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കമാനങ്ങൾ അല്ലെങ്കിൽ കവാടങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത് കാണുമ്പോൾ നരേറ്റർ പറയാണ് ഇങ്ങനെ മെയ്സ് ഓഫ് ആർച്ചസ് കാണുമ്പോൾ ഗേവ് മീ, അതെനിക്ക് നൽകും, എൻലെസ് പ്ലെഷർ, അതിരുകളില്ലാത്ത സന്തോഷം എനിക്കത് നൽകാറുണ്ട്. ഇങ്ങനെ ആൽമരത്തിൽ പരന്നു കിടക്കുന്ന കൊമ്പുകൾ അല്ലെങ്കിൽ വള്ളികളൊക്കെ താഴോട്ട് വന്നിട്ട് ആ ബ്രാഞ്ചസ് താഴോട്ട് വന്ന് ഗ്രൗണ്ടിലേക്ക് കേർവ് ചെയ്ത് പോയി വീണ്ടും റൂട്ടായി മാറുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഈ സങ്കീർണമായ അതിമനോഹരമായിട്ടുള്ള കമാനങ്ങൾ കാണുമ്പോൾ എനിക്ക് അതിരുകളില്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഈ ബനിയൻ ട്രീ എന്നുള്ളത് ഓൾഡർ ദാൻ, അതിന് നല്ല പ്രായമുണ്ട്, പ്രായം കൂടിയതാണ്. ദാൻ ദ ഹൗസ്, ഈ വീടിനേക്കാളും പ്രായം കൂടിയതാണ്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛനേക്കാളും പ്രായം കൂടിയതാണ്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ പട്ടണത്തേക്കാളും പ്രായം കൂടിയതാണ്. നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ കൂടുകൂട്ടുക എന്നൊക്കെയാണ് അർത്ഥം. അതിവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ഹിമാലയാസ്. ഈ ഹിമാലയ താഴ്വരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന ഡെഹ്റ പട്ടണത്തെക്കാളും എൻ്റെ വീടിനേക്കാളും മുത്തച്ഛനേക്കാളും ഒക്കെ പ്രായം കൂടിയതാണ് ഈ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ട്രീ. നമുക്കൊന്നും കൂടി വായിച്ചു നോക്കാം അല്ലേ. So the house and grounds of our home in India were grandfather's domain. The magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Tesmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree.
The spreading branches of banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than the grandfather, as old as the town of Tehra, nestling in a valley at the foot of Himalayas. അപ്പം ഇനി സൈഡിലുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ. വീടും പറമ്പും ഒക്കെ മുത്തച്ഛൻ്റെ അധീനതയിലാണ്. ബട്ട് ദ മാഗ്നിഫിസൻറ്റ് ഓൾ ബനിയൻ ട്രീ വാസ് മൈൻ. പക്ഷേ ആ അതിഗംഭീരമായിട്ടുള്ള ആൽമരം എൻ്റേതാണ്. നമ്മുടെ പാസേജിൽ നിന്നുള്ള സെൻറ്റൻസ് തന്നെയാണ് അല്ലേ. വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ടാണ് ഈ ബോയ്, ഈ നരേറ്റർ എന്തുകൊണ്ടാണ് ആ ആൽമരം തൻ്റേതാണെന്ന് പറയാൻ കാരണം എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഇപ്പം നമുക്ക് ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ കിട്ടിയില്ലേ. എന്തായിരുന്നു അത്? മുത്തച്ഛൻ 65 വയസ്സായിട്ടുണ്ട്, ഇനി മുത്തച്ഛൻ അതിൽ കയറാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ആ ആൽമരം നരേറ്ററിൻ്റേതായി മാറിയത്. അപ്പം നമുക്ക് ഈ പാസേജ് അറിഞ്ഞതുകൊണ്ടുള്ള ഗുണം ഇതാണ്. നമുക്ക് കഥ അറിയുന്നതിനോടൊപ്പം ലൈൻ ബൈ ലൈനായിട്ട് മീനിങ്, അർത്ഥം വെക്കാൻ കൂടി അറിയുകയാണെങ്കിൽ പാസേജ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. അപ്പോൾ ആൽമരം നമുക്കൊക്കെ സങ്കല്പിച്ച് നോക്കിയാൽ എന്ത് മനോഹരമാണ് അല്ലേ. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെഹ്റ എന്നൊരു പട്ടണം, അവിടെ ഏറ്റവും പ്രായം കൂടിയ ഒരുപാട് കമാനങ്ങളൊക്കെ തീർത്തിട്ടുള്ള ഒരു ആൽമരം. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായൊരു ഇമാജിനേഷനാണ് നമുക്കവിടെ കിട്ടുക. അപ്പോൾ ഇനി നോക്കാം എന്താണ് ആൽമരവും ഈ കുട്ടിയും ഇത്രത്തോളം ബന്ധമുണ്ടാവാനുള്ള കാരണം എന്ന്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂറൽ. അവിടെയുള്ള എൻ്റെ ആദ്യ സുഹൃത്തും ആൻഡ് ഫെമിലിയർ പരിചയക്കാരനും വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂറൽ, ഒരു ചെറിയ തവിട്ട് നിറത്തിലുള്ള അണ്ണാനായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവാഷൻ. ആർച്ചിങ് ഹിസ് ബാക്ക് എന്ന് പറഞ്ഞാൽ മുതുക് വളച്ചുകൊണ്ട്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. സ്നിഫിങ് ഇൻ ടു ദ എയർ എന്ന് പറഞ്ഞാൽ വായു ഇങ്ങനെ മണപ്പിച്ച് ജീവികളൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ട് ഹി സീംഡ് അവൻ കാണപ്പെട്ടു. അറ്റ് ഫസ്റ്റ് ടു റീസെൻറ്റ് മൈ ഇൻവാഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തെയൊക്കെ നിരസിക്കുന്നതായിട്ട് കാണപ്പെട്ടു. അതായത് ഇപ്പം നമ്മളൊരു ജീവിയെയൊക്കെ തൊടാനും പിടിക്കാനൊക്കെ പോകുന്നത് ചിലപ്പോൾ നമുക്ക് അതിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, പക്ഷേ അത് ആ ഒരു ജീവിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്ക്യൂറലിനെ തൊടാനും ഒക്കെ നോക്കിയപ്പോൾ ആ സ്ക്യൂറൽ ആ കുട്ടിയുടെ കടന്നുകയറ്റത്തെ എതിർത്തത് എങ്ങനെയായിരുന്നു? അതിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് മുതുക് ബാക്കിലേക്ക് വളച്ചുകൊണ്ടും അതേപോലെ സ്നിഫിങ് ഇൻ ടു ദ എയർ, ഈ വായുവിലേക്ക് ഇങ്ങനെ മണം പിടിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ ഗ്രേ സ്ക്യൂറൽ. എൻ്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ഒരു തവിട്ട് നിറത്തിലുള്ള ചെറിയ അണ്ണാനായിരുന്നു. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റീസെൻറ്റ് മൈ ഇൻവാഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവൻ്റെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റത്തെ അവൻ എതിർത്തത് മുതുകു വളച്ചുകൊണ്ടും അതേപോലെ വായു മണത്തുകൊണ്ടുമായിരുന്നു. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് അവൻ കണ്ടെത്തിയപ്പോൾ, എന്താ കണ്ടെത്തി? ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റാപ്പിൾട്ട് ഓർ എയർ ഗൺ. എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയപ്പോൾ, വിത്ത് എ കറ്റാപ്പിൾട്ട്, ഒരു കറ്റാപ്പിൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാലി എന്നാണ് അർത്ഥം. തെറ്റാലി. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, പഴയ കാലത്ത് ഈ ജീവജാലങ്ങളെയൊക്കെ ഭക്ഷിച്ചിരുന്ന ഒരു കാലത്ത് അവരെ എറിഞ്ഞു വീഴ്ത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, തെറ്റാലി. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. കറ്റാപ്പിൾട്ട് ഓർ എയർ ഗണ്ണും കറ്റാപ്പിൾട്ടും അതൊക്കെ എന്താണ്? ജീവികളെ ഉപദ്രവിക്കുന്നതിനുള്ളതാണ് അല്ലേ. അതൊന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിൽ ഒരായുധവും ഇല്ല എന്ന് കണ്ടെത്തിയപ്പോൾ ഹി ബിക്കം ഫ്രണ്ട്ലിയർ. അപ്പോൾ അവൻ എന്നോട് നല്ല കൂട്ടായി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ഞാൻ തുടങ്ങിയപ്പോൾ, ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്, അവന് ഈ കേക്ക് പീസസും അതേപോലെ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, ലീവിങ് എന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കുക, അതൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹി ഗ്രൂ ബോൾഡർ, അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വളരെയധികം കൂടി, നല്ല സുഹൃത്തുക്കളായി. ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ ഇനഫ്. അവസാനമായപ്പോഴേക്കും എത്രത്തോളം പരിചയമായി എന്ന് പറയണമെങ്കിൽ
ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിൽ ഫുഡ് കണ്ടാൽ അതെടുക്കാൻ മാത്രമുള്ള ധൈര്യം അവനുണ്ടായി. അത്രത്തോളം ഞങ്ങൾ ഫ്രണ്ട്സായി എന്നാണ് പറയുന്നത്. ബിഫോർ ലോങ്, അധികകാലം കഴിയാതെ തന്നെ, ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്. ഡെൽവിങ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക എന്നാണ് അർത്ഥം, തിരയുക. എൻ്റെ പോക്കറ്റിലൊക്കെ അവൻ വന്ന് സെർച്ച് ചെയ്യും. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ്. എന്നിട്ട് അവനെ സഹായിക്കുമെന്ന് തോന്നുന്ന എന്തായാലും അവൻ അതെടുക്കും. ഇപ്പോൾ ഫുഡ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പോക്കറ്റിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ അവൻ പോക്കറ്റിൽ സെർച്ച് ചെയ്തിട്ട് ആ ഫുഡ് ഐറ്റം എടുത്തുകൊണ്ട് പോവും. അത്രത്തോളം ഞങ്ങൾ ഫ്രണ്ട്ലി ആയി, അത്രത്തോളം ഞങ്ങൾ ഫെമിലറായി എന്നാണ് നരേറ്റർ ഇവിടെ പറയുന്നത്. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ. അവൻ വളരെ ചെറിയ ഒരു അണ്ണാനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രൊബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ. അവനൊരു ചെറിയ അണ്ണാനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കൂട്ടുകാരും, ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ കുടുംബക്കാരും, പ്രൊബബ്ലി തോട്ട്, അവരൊക്കെ ചിന്തിച്ചു. എന്താ അവനെക്കുറിച്ച് അവരൊക്കെ എന്താ ചിന്തിച്ചതെന്നറിയോ? ഹിം ഹെഡ് സ്ട്രോങ്. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആൾ. മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊന്നും കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് ഹെഡ് സ്ട്രോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മാൾ സ്ക്യൂറൽ ഒരു ഹെഡ് സ്ട്രോങ് ആണ്, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആൻഡ് ഫൂളിഷ്, അതിലുപരി ഒരു മണ്ടനാണ്. ഫൂളിഷ്, മണ്ടനാണ്. എന്തുകൊണ്ട്? ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, കാരണം അവൻ ഒരു മനുഷ്യനെ വിശ്വസിച്ചു. അതുകൊണ്ട് അവനൊരു മണ്ടനാണ് എന്നാണ് പറയുന്നത്. കാരണം അവരുടെയൊക്കെ ജീവജാലങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് ഈ മനുഷ്യരെല്ലാം ഞങ്ങളെ ഉപദ്രവിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ യങ് സ്ക്യൂറലിന് അത് മനസ്സിലായിട്ടില്ല. അവനൊരു മനുഷ്യനെ വിശ്വസിച്ചു, അതുകൊണ്ട് അവനൊരു മണ്ടനാണ് എന്നൊക്കെയാണ് അവൻ്റെ കൂട്ടുകാരും അവൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ കണക്കാക്കിയിരുന്നത്. ഇനി സൈഡിലുള്ള 2-3 ക്വസ്റ്റ്യൻസ് നോക്കി നോക്കൂ. ഹൗ ഡിഡ് ദ സ്ക്യൂറൽ ബിക്കം ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് ആ അണ്ണാന് നമ്മുടെ ബോയ് ആയിട്ട് കമ്പനി ആയത്? എങ്ങനെയാണ് അവർ ഫ്രണ്ട്സ് ആയി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്കറിയില്ലേ? കയ്യിൽ ആയുധമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ, പിന്നെ അതേപോലെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയി അല്ലേ? അടുത്ത ചോദ്യം എന്തായിരുന്നു? വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്യൂറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? എന്താണ് ഈ സ്ക്യൂറലിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ മനുഷ്യനുമായിട്ടുള്ള അവൻ്റെ സൗഹൃദത്തെക്കുറിച്ച് ചിന്തിച്ചത്? എന്താണ് അവരങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം? അതിപ്പോൾ പറഞ്ഞില്ലേ, കാരണം മനുഷ്യൻ നമ്മളെ ഉപദ്രവിക്കുന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവരുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ വിശ്വസിച്ച യങ് സ്ക്യൂറൽ ഒരു ഹെഡ് സ്ട്രോങ് ആണ്, ഫൂളിഷ് ആണെന്നൊക്കെയാണ് അവർ വിശ്വസിച്ചത്. അപ്പം ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇൻ ദ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ വസന്തകാലം എന്നാണ് അർത്ഥം. വസന്തകാലത്തിൽ വെൻ ദ ബനിയൻ ട്രീ വാസ് ദ ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം എന്നൊക്കെയാണ് അർത്ഥം. റെഡ് ഫിഗ്സ് ചുവന്ന പഴങ്ങൾ, അത്തിപ്പഴം എന്ന് നമുക്ക് കണക്കാക്കാം. ഇൻ ദ സ്പ്രിങ് സീസണിൽ വെൻ ദ ബനിയൻ ട്രീ ആയിരുന്നു ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്, നിറയെ അത്തിപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. ആൽമരത്തിൽ നിറയെ അത്തിപ്പഴങ്ങൾ ഉണ്ടാവും സ്പ്രിങ് സീസൺ ആകുമ്പോൾ. ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ്, എല്ലാ തരത്തിലുള്ള, ആൾ കൈൻഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള പക്ഷികളും വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. അതെല്ലാതും, ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ അണിചേരുക, ഒത്തുചേരുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എല്ലാ തരത്തിലുള്ള പക്ഷികളും ഇത്തരത്തിലുള്ള ഫിഗ്സ്, അത്തിപ്പഴങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ ഈ ബ്രാഞ്ചസിൽ, ആൽമരത്തിൻ്റെ കൊമ്പുകളിൽ വന്ന് കൂടും. ദ റെഡ് ബോട്ടംഡ് ബുൾബിൾ, ഇനി അവിടെ ആരൊക്കെയാണ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ദ റെഡ് ബോട്ടംഡ് ബുൾബിൾ, റെഡ് ബോട്ടംഡ് ആയിട്ടുള്ള ബുൾബിൾ. ഇപ്പോൾ അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കൊന്നും കൂടി പരിചയമാകാൻ വേണ്ടിയിട്ടാണ് ചിത്രമൊക്കെ കാണിച്ചു തരുന്നത്. ഇതാണ് റെഡ് ബോട്ടംഡ് ബുൾബിൾ, ബാക്കിൽ റെഡ് ഭാഗമുള്ള ബുൾബിൾ. ചീർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ചീർഫുൾ എന്ന് പറഞ്ഞാൽ നല്ല ഉന്മേഷവാനായ, നല്ല ഉത്സാഹത്തോട് കൂടിയിട്ടുള്ള, ആൻഡ് ഗ്രീഡി ആർത്തിയോട് കൂടിയിട്ടുള്ള, ഗോസിപ്പിംഗ് എപ്പോഴും ചിലച്ചുകൊണ്ടിരിക്കുന്ന റോസി പാസ്റ്റേഴ്സിൻ്റെ ചിത്രവും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണ്? റെഡ് ബോട്ടംഡ് ബുൾബിൾ, റോസി പാസ്റ്റേഴ്സ്. ആൻഡ് പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ തത്തകൾ. അതേപോലെ ക്രോസ് എന്ന് പറഞ്ഞാൽ കാക്കകൾ. ഇതൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും.
സ്കോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കലഹിക്കുക, തമ്മിലിങ്ങനെ കലപില കൂട്ടും വിത്ത് ഈച്ച് അതർ ആൾ ദ ടൈം. എല്ലാ സമയത്തും ഈ പക്ഷികൾ ഇങ്ങനെ പരസ്പരം കലപില കൂട്ടിക്കൊണ്ടേയിരിക്കും. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, അപ്പോൾ ഈ ഫിഗ് സീസണിൽ ഈ അത്തിപ്പഴം ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഈ റോഡിലെ ഏറ്റവും തിരക്കേറിയ, നോയ്സസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാവുന്ന, എപ്പോഴും തിരക്കേറിയ സ്ഥലം എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീ ആയിരുന്നു. In the spring, when the banyan tree was full of small red figs, birds of all kind would flock into its branches. സ്പ്രിംഗ് സീസണിൽ ബനിയൻ ട്രീയിൽ റെഡ് ഫിഗ്സ് നിറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ബേർഡ്സും എല്ലാ തരത്തിലുള്ള പക്ഷികളും ആ ബ്രാഞ്ചസിൽ വന്ന് ചേക്കേറും. The red-bottomed bulbul, cheerful and greedy gossiping rosy pastures and parrots and crows, ഇവരൊക്കെയാണ് അവിടെ ഉണ്ടാവുക. സ്കോബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ആൾ ദ ടൈം, എല്ലാ സമയവും അവർ പരസ്പരം കലപില കൂട്ടിക്കൊണ്ടേയിരിക്കും. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, ഈ അത്തിപ്പഴങ്ങൾ ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ റോഡിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലം എന്ന് പറയുന്നത് ഈ ആൽമരമായിരുന്നു. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ? ഈ ഫിഗ് സീസണിൽ എങ്ങനെയാണ് ആൽമരം ഇത്രത്തോളം നോയ്സസ്റ്റ് പ്ലേസായി മാറിയത്? ഇത്രത്തോളം തിരക്കേറിയ സ്ഥലമായ ആൽമരം മാറുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഈ പാരഗ്രാഫിലുണ്ടല്ലോ. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. ഹാഫ് വേ അപ്പ് ദ ട്രീ, ഈ മരത്തിൻ്റെ പകുതി ഭാഗത്തായിട്ട്, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതിയാണല്ലോ, അപ്പോൾ ഈ ആൽമരത്തിൻ്റെ പകുതി ഭാഗത്തായിട്ട് ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം, ഞാൻ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ് അർത്ഥം. ഞാൻ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഓൺ വിച്ച്, എവിടെയാണോ, ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ്, ഞാൻ എപ്പോഴും അധിക സമയവും, മിക്കവാറും, ഓഫൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്നൊക്കെയാണ് അർത്ഥം, മിക്കവാറും ഉച്ച സമയങ്ങൾ, ആഫ്റ്റർനൂൺ ഉച്ച സമയങ്ങൾ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, അത്രത്തോളം ഹോട്ടല്ലാത്ത കാലത്ത്, സമ്മർ സീസണിൻ്റെ കാര്യമാണ് പറയുന്നത്, അതായത് ചൂടുകാലം, വേനൽക്കാലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അത്രത്തോളം നല്ല ചൂടൊന്നും ഇല്ലാത്ത സമയത്ത് അവന് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവൻ ആൽമരത്തിൻ്റെ പകുതി ഭാഗത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഐ കുഡ് റെസ്റ്റ് ദർ, എനിക്ക് റെസ്റ്റ് എടുക്കാം. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക, മുട്ട് കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ചാരിയിരിക്കും. അപ്പോൾ എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ തായ്തടി. അപ്പം മരത്തിൻ്റെ തായ്തടിയിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കാൻ തരത്തിലാണ് അവൻ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തിട്ടുള്ളത്. വിത്ത് കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, സ്വീകരണമുറി. ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ സ്വീകരണമുറി എന്നാണ് അർത്ഥം. സ്വീകരണമുറിയിൽ നിന്ന് എടുത്തിട്ടുള്ള തലയിണ വെച്ചിട്ടാണ് ഈ സെറ്റപ്പൊക്കെ അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അധികം ചൂടില്ലാത്ത ഉച്ച സമയങ്ങളിൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ പകുതി ഭാഗത്ത് ഞാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഐ കുഡ് റീഡ് ദർ, എനിക്ക് അവിടെ ഇരുന്ന് വായിക്കാൻ പറ്റും. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ, ഈ മരത്തിൻ്റെ തായ്തടിയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട്. വിത്ത് ദ കുഷൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, ഈ സെറ്റപ്പൊക്കെ ചെയ്തത് സ്വീകരണമുറിയിൽ നിന്നും എടുത്തിട്ടുള്ള കുഷൻസ് ഉപയോഗിച്ച്, തലയിണ ഉപയോഗിച്ചിട്ടായിരുന്നു. ട്രഷർ ഐലാൻഡ്, ഇനി അവൻ വായിച്ചിരുന്ന ബുക്കുകളുടെ പേരാണ് പറയുന്നത്. ട്രഷർ ഐലാൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറി ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗാർ റൈസ് ബറോ ആൻഡ് ലൂയിസ മേ അൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. ഈ പുസ്തകങ്ങളൊക്കെയാണ് അവൻ്റെ ബാഗിൽ എപ്പോഴും നിറച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെയാണ് അവൻ ആൽമരത്തിൽ പോയിട്ട് അവനുണ്ടാക്കിയ സ്ഥലത്ത് പോയിരുന്നിട്ട് വായിച്ചിരുന്നത്. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, അപ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടം തോന്നാത്ത സമയങ്ങളിൽ, എപ്പോഴും ഇപ്പോൾ നമുക്ക് വായിക്കാൻ തോന്നില്ലല്ലോ, അപ്പോൾ ഞാൻ അധിക സമയം അവിടെ പോയിരുന്ന് വായിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയങ്ങളിൽ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ്, ഞാൻ താഴേക്ക് നോക്കും.
ഐ കുഡ് ലുക്ക് ഡൗൺ, ഞാൻ താഴേക്ക് നോക്കും, എനിക്ക് താഴേക്ക് നോക്കാൻ കഴിയും. ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. ത്രൂ എന്ന് പറഞ്ഞാൽ ഇടയിലൂടെ എന്നുള്ള അർത്ഥമാണ്. ഐ കുഡ് ലുക്ക് ഡൗൺ, എനിക്ക് താഴേക്ക് നോക്കാൻ കഴിയും. ത്രൂ ദ ബനിയൻ ലീവ്സ്, ഈ ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ. അറ്റ് ദ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തെ. അപ്പോൾ അവൻ അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അവന് കാണാൻ പറ്റിയ എന്തൊക്കെയാണെന്നറിയോ? അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പോൾ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. അപ്പോൾ അവൻ അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അവൻ കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. അതിലൊന്നാണ് മുത്തശ്ശി ഒന്നെങ്കിൽ നമ്മൾ തിരുമ്പിയ തുണികൾ, അലക്കിയ തുണികൾ വിരിച്ചിടായിരിക്കും, അല്ലെങ്കിൽ അത് എടുത്ത് വയ്ക്കായിരിക്കും. അതാണ് ഒന്നാമത്തെ കാഴ്ച. അല്ലെങ്കിൽ അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് ഫ്രൂട്ട് വെൻഡർ. ഫ്രൂട്ട് വെൻഡർ എന്ന് പറഞ്ഞാൽ പഴക്കച്ചവടക്കാരൻ, ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ആളെയാണ് ഫ്രൂട്ട് വെൻഡർ എന്ന് പറയാം. അപ്പോൾ ഈ കുക്ക്, പാചകക്കാരൻ, ക്വാറലിംഗ് എന്ന് പറഞ്ഞാൽ വഴക്കിടുക. ക്വാറലിംഗ് എന്ന് പറഞ്ഞാൽ വഴക്കിടുക. എപ്പോഴും ഈ കുക്ക് ഫ്രൂട്ട് വെൻഡറായിട്ട് വിലയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരെപ്പോഴും വഴക്കിടുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ അറ്റ് ഗ്രാൻഡ് ഫാദർ മുത്തശ്ശനെയാണ് കാണുക. മുത്തശ്ശൻ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഗ്രംബ്ലിങ് അറ്റ് ഹാർഡി. മുത്തശ്ശൻ ഗ്രംബ്ലിങ് എന്ന് പറഞ്ഞാൽ മുറുമുറുക്കുക അല്ലെങ്കിൽ പിറുപിറുക്കുക എന്നൊക്കെയാണ് അർത്ഥം. അറ്റ് ഹാർഡി കഠിനമായി, അതായത് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടാവും. എന്തിനാണ് മുത്തശ്ശൻ അങ്ങനെ പിറുപിറുക്കുന്നതെന്നറിയോ? ഇന്ത്യൻ മാരിഗോൾഡ്സ്, നമ്മുടെ ഇന്ത്യൻ മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ ജമന്തി പൂക്കൾ, വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ്, അത് പൂത്തുകൊണ്ടിരിക്കുകയാണ്, പടർന്ന് പൂത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. മുത്തച്ഛൻ ഇംഗ്ലീഷ് ഗാർഡൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ഗാർഡനൊക്കെ ഉണ്ടാക്കിയ സ്ഥലത്ത് കൂടി ഈ മുത്തശ്ശൻ്റെ പെർമിഷൻ ഇല്ലാതെ, മുത്തശ്ശന് ഇഷ്ടമില്ലാതെ, അതുകൊണ്ടാണ് അവിടെ ഇൻസിസ്റ്റഡ് എന്ന് പറയാൻ കാരണം. അതായത് മുത്തശ്ശൻ്റെ എതിർപ്പൊന്നും വക വയ്ക്കാതെ ഈ മാരിഗോൾഡ്സ് ഈ ഇംഗ്ലീഷ് പൂക്കളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ അതിനെ നോക്കി മുത്തച്ഛൻ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവൻ ആൽമരത്തിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ, അവന് വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയങ്ങളിൽ ആൽമരത്തിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ മുത്തശ്ശി അലക്കിയ തുണികൾ വിരിച്ചിടാവും, അല്ലെങ്കിൽ അത് എടുത്ത് വെക്കാവും. രണ്ടാമത്തെ കാഴ്ച എന്ന് പറയുന്നത് ഫ്രൂട്ട് വെൻഡറുമായിട്ട് കുക്ക് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കാവും. അല്ലെങ്കിൽ മൂന്നാമത്തെ കാഴ്ച എന്ന് പറയുന്നത് മുത്തച്ഛൻ ഈ മാരിഗോൾഡിനെതിരെ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കാവും. യൂഷ്വലി സാധാരണയായിട്ട് നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. യൂഷ്വലി സാധാരണയായിട്ട് നത്തിങ് വെരി എക്സൈറ്റിംഗ്, ഒന്നും അത്ര ആകാംക്ഷയുള്ളതായി കണ്ടിരുന്നില്ല. ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ, ഞാൻ ഈ ആൽമരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതിൽ കൂടുതലൊന്നും, അത്ര ആകാംക്ഷ ഉളവാക്കുന്ന ഒന്നും തന്നെ നടന്നിരുന്നില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു പെർട്ടിക്കുലർ ആഫ്റ്റർനൂണിൽ, ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക ഉച്ച സമയത്ത് ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ടായി. ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ, ആ വേനലിൽ അവിടെ തന്നെ ഇരിക്കാൻ, ആ ചൂട് സമയത്ത് ആൽമരത്തിൽ തന്നെ ഇരിക്കാൻ തോന്നുന്ന വിധത്തിൽ അത്രയും ആകാംക്ഷപരമായിട്ട് ഒരു സംഭവം അവിടെ ഉണ്ടായി. നമുക്കിത് ഒന്നും കൂടി വായിക്കാം അല്ലേ? വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയങ്ങളിൽ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തെ നോക്കും. അറ്റ് ഗ്രാൻഡ് മദർ, ഒന്നെങ്കിൽ മുത്തശ്ശിയാണ് കാണുക. മുത്തശ്ശി എന്താവും ചെയ്യുന്നുണ്ടാവുക? ഹാങ്ങിങ് അപ്പോൾ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, അലക്കിയിട്ട തുണികൾ വിരിക്കാവും അല്ലെങ്കിൽ എടുക്കാവും. അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വെൻഡറുമായിട്ട് പാചകക്കാരൻ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കാവും. ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ, അല്ലെങ്കിൽ മുത്തച്ഛനെയാണ് കാണുക. ഗ്രംബ്ലിങ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ആൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള ഇന്ത്യൻ മാരിഗോൾഡിനെ എപ്പോഴും പിറുപിറുത്തോണ്ടിരിക്കാവും. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വെൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ, ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. അപ്പം ഞാൻ ആൽമരത്തിലാവുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും നടക്കാറില്ല, ഇതൊക്കെ തന്നെയാണ് നടക്കാറ്. പക്ഷേ ഒരു ദിവസം എന്നെ വളരെയധികം ആക്കിക്കൊണ്ട് ഒരു സംഭവം അവിടെ നടന്നു. അപ്പോൾ എന്താവും ആ സംഭവം? അതിനു മുമ്പ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? എങ്ങനെയാണ് ഈ സ്പ്രിംഗ് സീസണ് അവൻ എക്സൈറ്റഡ് ആയി മാറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ
അവന് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയ കാര്യമൊക്കെയാണ് അവിടെ ആൻസറായിട്ട് വരിക. അപ്പോൾ നമ്മൾ ആ പാരഗ്രാഫിൽ കണ്ടില്ലേ. ഇനി നമുക്ക് എന്താണ് അത്രയും എക്സൈറ്റ്മെൻറ്റിൽ ഉണ്ടായ സംഭവം എന്ന് നോക്കാം അല്ലേ. ദാറ്റ് വാസ് ദ ടൈം. ആ സമയത്താണ് ഐ സോ എ മംഗൂസ്. ഞാൻ ഒരു കീരിയെ കണ്ടു. മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരി എന്നാണ് അർത്ഥം. ആൻഡ് എ കോബ്ര, ഒരു പാമ്പിനെ കണ്ടു. ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. അവർ മരണ പോരാട്ടം നടത്തുമായിരുന്നു. അവർ ഈ ഗാർഡനിൽ മരണ പോരാട്ടം നടത്തുന്നതായി ഞാൻ കണ്ടു. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബോവ് ദം ഇൻ ദ ബനിയൻ ട്രീ. എപ്പോഴാണ് ഈ മരണ പോരാട്ടം നടന്നതെന്നറിയോ? ഈ നമ്മുടെ നരേറ്റർ അവനുണ്ടാക്കിയ ആ പ്ലാറ്റ്ഫോമില്ലേ അവിടെ ഇരിക്കുകയായിരുന്നു. ഇവൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ മരണ പോരാട്ടം നടക്കുന്നത്. ആ സംഭവമാണ് ഇനി ഓദർ നരേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അതൊരു ഏപ്രിൽ മാസത്തെ ഉച്ച സമയമായിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് എന്ന് പറഞ്ഞാൽ ചൂടുകാറ്റ് ഓഫ് അപ്രോച്ചിങ് സമ്മർ. നമുക്കറിയാം മെയ്യിലാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവാറുള്ളത്. അപ്പോൾ ഏപ്രിൽ കാലഘട്ടത്തിൽ ചെറിയതായിട്ട് ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചൂട് കാലത്ത് വരാനിരിക്കുന്ന സമ്മറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചുടുകാറ്റ് വീശുന്നുണ്ട്. ആ ചുടുകാറ്റ് എങ്ങനെയുള്ളതാണ്? സെൻഡ് എവരി വൺ, എല്ലാവരെയും അത് പറഞ്ഞയക്കും. ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛനെ വരെ അത് പറഞ്ഞയക്കും ഇൻഡോഴ്സ്, ഉള്ളിലേക്ക്. അപ്പോൾ ഈ ചുടുകാറ്റ് വീശുമ്പോൾ ഒരാൾക്ക് പോലും പുറത്തിരിക്കാൻ പറ്റില്ല. അത്രയും സഹിക്കാൻ പറ്റാത്ത ചുടുകാറ്റായിരിക്കും അതുണ്ടാവുക. അപ്പോൾ മുത്തച്ഛനെ അടക്കം ഉള്ളിലേക്ക് പറഞ്ഞയക്കാൻ കഴിവുള്ള കാറ്റാണത്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി എന്ന് പറഞ്ഞാൽ മയക്കം എന്നൊക്കെയാണ് അർത്ഥം. എനിക്ക് വളരെയധികം മയക്കം വന്നിരുന്നു. ഉച്ച സമയമാണല്ലോ, നമുക്കൊക്കെ ഉച്ച മയക്കം തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ ആ മയക്കം വരുന്നുണ്ടായിരുന്നു. ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. അപ്പോൾ ഞാൻ ആലോചിച്ചു വീടിന് പിന്നിലുള്ള കുളത്തിൽ പോയിട്ട് ഒന്ന് നീന്തിയാലോ എന്ന് ആലോചിച്ചു. വെൻ ഐ സോ, ആ സമയത്താണ് ഞാൻ കണ്ടു എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയ, ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വലിയ എന്നാണ് അർത്ഥം, ഒരു വലിയ ബ്ലാക്ക് കറുത്ത നിറത്തിലുള്ള കോബ്ര പാമ്പ്, കോബ്രയെ ഗ്ലൈഡിങ്, അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് ക്യാക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൾച്ചെടികളില്ലേ അതിനാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലംബ് പറഞ്ഞ കൂട്ടം, ആ ക്യാക്ടസിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ ഈ പാമ്പിൻ്റെ തിളക്കം ഞാൻ കണ്ടു. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ഗാർഡൻ. അതെന്തിനാ വന്നിട്ടില്ലേ? ഈ ഗാർഡനിൽ കുറച്ച് തണുപ്പ് കിട്ടണ സ്ഥലം നോക്കി വന്നതാണ്. അറ്റ് ദ സെയിം ടൈം, ആ സമയത്ത് തന്നെയാണ് എ മംഗൂസ്, ഒരു കീരി, ഹും ഐ ഹാഡ് ഓഫൻ സീൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു കീരി, എമേർജ്ഡ് ഫ്രം ദ ബുഷസിൻ്റെ ഇടയിലൂടെ വന്നത്. ആൻഡ് വെൻ സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര, അത് നേരെ കോബ്രയുടെ മുന്നിലേക്ക് പോയി. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ. ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ പുല്ലൊന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം, ഈ ആൽമരത്തിൻ്റെ താഴെയുള്ള ഒരു സ്ഥലത്ത്, അതായത് അധികം ഒന്നും തടസ്സങ്ങളൊന്നുമില്ലാത്ത ക്ലിയർ ആയിട്ടുള്ള സ്ഥലത്ത്. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, ആ തിളങ്ങുന്ന സൺഷൈൻ്റെ സൂര്യവെളിച്ചത്തിൽ, ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ രണ്ടുപേരും മുഖത്തോട് മുഖം വന്നു. അപ്പോൾ നോക്കാം, ഇതാണ് അവിടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞത്. അവർ മരണ പോരാട്ടം തുടങ്ങുകയാണല്ലേ. അപ്പോൾ നല്ല ത്രില്ലിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാഴ്ച കണ്ടപ്പോഴാണ് നമ്മുടെ നരേറ്റർക്ക് ചൂടൊന്നും ഒരു വിഷയമല്ലാതായത്. ഇങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച ആദ്യമായിട്ടായിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വീട്ടിലേൻ്റെ ആ ചൂടൊക്കെ സഹിച്ചുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ തോന്നിയില്ല. അതേപോലെ കുളിക്കാൻ പോകാൻ തോന്നിയില്ല. അവിടെ തന്നെ ലാസ്റ്റ് ചെയ്യാൻ, അവിടെ തന്നെ ഇരിക്കാനാണ് അവന് തോന്നിയത്. അപ്പോൾ ഇനി പോരാട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം അല്ലേ. ഇപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കൂ. വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ. എന്ത് ഇൻസിഡൻ്റ് ആണ്, എന്ത് സംഭവമാണ് ഈ കുട്ടിയിൽ ഇത്രത്തോളം ആകാംക്ഷ ഉണ്ടാക്കിയത്, അവിടെ തന്നെ അവശേഷിക്കാൻ മാത്രം ആകാംക്ഷ ഉണ്ടാക്കിയ സംഭവം എന്താണെന്ന് ചോദിക്കണേ. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്ന് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടക്കുകയാണ്.
അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് നോക്കുക, ലൈൻ ബൈ ലൈനായിട്ട് തന്നെ അർത്ഥം വെക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇന്ന് പഠിച്ചിട്ടുള്ള ന്യൂ വേർഡ്സൊക്കെ എഴുതി വെക്കുക, എഴുതി പഠിക്കുക. അതൊക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതെന്തായാലും വായിച്ച് പഠിക്കണം. ഇപ്പം തന്നെ നമ്മൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് A+ നേടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇംഗ്ലീഷ്. കുറേ പേർക്ക് അത് ടഫായി തോന്നുന്നുണ്ട്, പക്ഷെ അത് ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് A+ എത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എല്ലാ പാഠം ഇതേപോലെ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് പാരഗ്രാഫ് കണ്ടാൽ അത് ഇന്ന പാരഗ്രാഫാണ്, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഇതൊക്കെയാണ് ഇതിലുള്ള സംഭവങ്ങളെന്ന് മനസ്സിലാവണം. അതിനെന്ത് വേണം? നമ്മൾ ഇപ്പോൾ പതുക്കെ പതുക്കെ ഓരോ പാരഗ്രാഫും അർത്ഥം വെച്ച് പഠിക്കണം. അപ്പോൾ ഇത്രയും ഭാഗം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ വായിച്ച് പഠിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്